പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പഠനം തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 26. ജെനസിസ് ചാപ്റ്റർ 26 നമ്മൾ ധാരാളം പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനകത്ത് നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി വിശദീകരണം ആ അധ്യായത്തെക്കുറിച്ച് ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ചില കാര്യങ്ങൾ ആവശ്യിച്ച് പ്രാർത്ഥിക്കാം എന്ന് കരുതുകയാണ്. അബ്രഹാമിൻ്റെ മരണശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ വാഗ്ദത്തം പ്രാപിച്ച വ്യക്തി മരിച്ചു പോയിട്ടും വാഗ്ദത്തം ചെയ്ത ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് വാഗ്ദത്തം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നടക്കുകയാണ്. ഇവിടെ ഈ 26-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു. 2-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും. 2-ാം വാക്യത്തിൽ താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മിസ്രൈമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ഒരു തൻ്റെ അപ്പൻ ചെയ്ത ഒരു കാര്യം മകൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഇസഹാക്കിനെ തടയുന്ന, അതിനുള്ള ഒരു ആലോചന കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. 2ാമത് പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് മിസ്രൈമിലേക്ക് പോകാതെ അന്ന് പാർത്തിരുന്ന ഗരാറിൽ തന്നെ പാർത്ത്, എന്നാൽ അവിടെ നിന്നുണ്ടായ ആ ഒരു റിജക്ഷൻ, നീ ഞങ്ങളുടെ ഇടയിൽ ഇനി താമസിക്കണ്ട, ഞങ്ങളുടെ അടുക്കൽ നിന്ന് വിട്ടുപോകണം. 16-ാം വാക്യത്തിൽ നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടുപോകണം. ദൈവം പറഞ്ഞ ആലോചന അനുസരിച്ച് പിന്നീട് ഒരു ചുവട് മാറ്റിവെക്കാതെ അവിടെ തന്നെ പിടിച്ചു നിന്നപ്പോൾ ആ ദേശം അവനെ റിജക്റ്റ് ചെയ്ത ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഇസഹാക്കിനെ വീണ്ടും ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, വാഗ്ദത്തം ചുമക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തൻ്റെ പ്രത്യക്ഷത കൊണ്ട് ഉറപ്പിച്ച് നിർത്തുകയാണ്. വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ദൈവം ഉറപ്പിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ കാര്യമല്ലേ? പലപ്പോഴും നമ്മൾ ഓർക്കും, ദൈവമേ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ച സമയത്ത് തുടങ്ങിയതാണ്. അന്ന് മുതൽ കേൾക്കുന്ന ദർശനം, അന്ന് കണ്ട ദർശനം, അന്ന് മുതൽ കേൾക്കുന്ന വാഗ്ദത്തം, എന്തെല്ലാം കാര്യങ്ങൾ, പ്രവചനങ്ങൾ എന്തെല്ലാം കേട്ടു. കാര്യങ്ങളൊന്നും പറഞ്ഞതുപോലെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇത് നടക്കുന്നില്ലല്ലോ ദൈവമേ, എന്താകും? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു റിജക്ഷനും കാര്യങ്ങളും ഒക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ ഉടനെ ദൈവം തൻ്റെ വചനമയച്ച് തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ച്, ദാസിമാരെ എഴുന്നേൽപ്പിച്ച് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ വാഗ്ദത്തം ചുമക്കുന്ന, ദർശനം ചുമക്കുന്ന നമ്മെ ദൈവം ഉറപ്പിക്കാറുണ്ട്, അല്ലേ? എത്രയോ പ്രാവശ്യം തമ്പുരാൻ സ്വപ്നങ്ങൾ തന്നും വീണ്ടും വാഗ്ദത്തം പറഞ്ഞും ആ പറഞ്ഞ വാഗ്ദത്തം വീണ്ടും ഓർമ്മിപ്പിച്ചും അതേ സ്വപ്നം വീണ്ടും കാണിച്ചും അതേ ദർശനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ
നമ്മെ പ്രാർത്ഥനാ മുറിയിൽ ഓർമ്മിപ്പിച്ചും ഒക്കെ ദൈവം നമ്മെ സഹായിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താതെ വണ്ണം നാം വഴിയിൽ വെച്ച് അത് വിട്ടുകളഞ്ഞ് ഓടിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് ദിസ് ഈസ് ദ പ്രിവിലേജ് ഓഫ് എ ചോസൺ പേഴ്സൺ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു പ്രിവിലേജാണിത്. ഒരു പ്രിവിലേജാണിത്. നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജിനുള്ളിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 12-ാം അധ്യായത്തിലാണ് നമുക്ക് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ആ ക്ഷാമത്തെ കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ് ദേശത്ത് ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർക്കുവാൻ അവിടേക്ക് പോയി എന്ന് വായിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെയും ദേശത്ത് ക്ഷാമം ഉണ്ടാവുകയാണ്. ദേശത്ത് ഈ ക്ഷാമം ഉണ്ടാകുമ്പോൾ അബ്രഹാമും ഇതുപോലെ ഗരാറിൽ പാർത്തതും അവിടെ ഒരു അബീമേലേക്ക് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ രാജാവിനെ കണ്ടുമുട്ടിയതും ഒക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അബീമേലേക്ക് എന്നുള്ളത് ഒരു രാജാവിൻ്റെ പേരല്ല, ഒരു 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 അവരുടെ രാജപദവിയുടെ പേരാണ്. അതായത് ഫറവോൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേരല്ല, മിസ്രൈമിലെ ആ രാജാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ആ പദവിയുടെ പേരാണ് ഫറവോൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ, ഒന്ന് ട്രൈ ചെയ്യണേ മ്യൂട്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ടഡ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അങ്ങനെ ഈ അബീമേലെക്കിനെ വീണ്ടും ഈ ഇസഹാക്കും കാണുകയാണ്. അപ്പോൾ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഇത്രയും കാലം വാസ്തവത്തിൽ അബ്രഹാമിനോടാണ് ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അബ്രഹാമിനോടാണ് ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ദൈവം ഇറങ്ങി വന്ന് ഇസഹാക്കിനോട് വാഗ്ദത്തം ഉറപ്പിക്കുകയാണ്. പക്ഷെ ഈ വാഗ്ദത്തം ഉറപ്പിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഓർമ്മിപ്പിച്ചെന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ ഈ അധ്യായവുമായി ബന്ധപ്പെടുത്തി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വാഗ്ദത്തം ഇവിടെ എക്സ്പാൻഡഡ് ആകുകയാണ്. 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? God promised a land, God promised a nation, God promised a blessing. Okay, പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കിനും നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. അതായത് ഒരു ദേശമല്ല, ദേശം ഒക്കെയും കൊടുക്കും എന്ന് പറയുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2-ാം വാക്യത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഒരു ജാതി കേട്ടോ, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ ബ്ലെസ് യു. അപ്പോൾ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. നിന്നെ ഒരു ഗ്രേറ്റ് നേഷനെ ആക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ മാത്രമല്ല നിന്റെ സന്തതിയെ അങ്ങ് വർദ്ധിപ്പിച്ച് ആ സന്തതിക്ക് മുഴുവൻ കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജാതിയല്ല, സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക്. അപ്പോൾ നാം
അതിൻ്റെ 4-ാം വാക്യം ശ്രദ്ധിക്കണം. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്. See, that is the reason. ആരെങ്കിലും ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാനായിട്ട് ഒരുങ്ങണം. അപ്പോൾ ഈ ആദ്യമായി വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം, he received a promise of one land, one nation and one blessing. Okay, but the promise is getting expanded, from one land to many lands, and one blessing to many blessings, and one nation to the whole nations of the earth. അപ്പം അത്രയും വലിയൊരു praise God. So ആദ്യമായി വാഗ്ദത്തം പ്രാപിക്കുന്ന നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടുത്തെ ഉത്തരവാദിത്തം, അബ്രഹാമിൻ്റെ ഉത്തരവാദിത്തം കേട്ടെ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗം, കൽപ്പന, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ ഇതെല്ലാം അബ്രഹാം ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് ഹല്ലേലൂയ താൻ പ്രാപിച്ച ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകൾ അനുസരിച്ച്, കൽപ്പനകൾ പ്രമാണിച്ച്, ചട്ടങ്ങൾ പ്രമാണിച്ച്, ഹല്ലേലൂയ, എല്ലാ നിയമവും എല്ലാ നിയോഗവും എല്ലാം ആചരിച്ചത് കൊണ്ട് ഹല്ലേലൂയ തൻ്റെ സന്തതിയുടെ കാലം വരുമ്പോൾ ദൈവം ആ വാഗ്ദത്തത്തെ വിശാലമാക്കി കൊടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഹല്ലേലൂയ, നാം ജീവനോടെ ഇരിക്കുമ്പോൾ നാം പ്രാപിച്ച വാഗ്ദത്തങ്ങൾ, നാം കണ്ട ദർശനങ്ങൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, നമ്മോട് പറഞ്ഞത് ഹല്ലേലൂയ പലതും നടന്നിട്ടില്ലെങ്കിലും നമുക്ക് വിശ്വസ്തരാകാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അവൻ്റെ വാക്ക് കേട്ട് നടക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിയോഗത്തിനകത്ത് നിൽക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, വാക്ക് കേട്ടു, ഹല്ലേലൂയ, നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചു. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമൊന്നും കണ്ടില്ലല്ലോ കർത്താവേ. പ്രാപിച്ചതൊന്നും ഹല്ലേലൂയ, പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചത് പലതും ഹല്ലേലൂയ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആശ്ചര്യമായി കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും ഹല്ലേലൂയ അബ്രഹാമിന് ഹല്ലേലൂയ സ്തോത്രം പെർമനന്റ് ആയിട്ട് അവകാശമായി കിട്ടിയില്ല കേട്ടോ. നീ കാണുന്ന ഭൂമിയൊക്കെയും തരാമെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. തൻ വില കൊടുത്ത് വാങ്ങിച്ച മക്ഫേല ഗുഹ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേശത്ത് മാറി മാറി പാർത്ത ഇടങ്ങളിലൊക്കെ ദൈവം സൂക്ഷിച്ചു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, താൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് നടക്കുന്നത് നിർത്തിയില്ല. ആ നിയോഗത്തിനകത്ത് നിന്ന് താൻ പുറത്തുപോയില്ല. കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും എഴുതി കിട്ടിയിട്ടില്ലാത്തപ്പോഴും തൻ്റെ ആത്മാവിൽ കിട്ടിയ ചട്ടം, തൻ്റെ ഹല്ലേലൂയ ഉള്ളിൽ കിട്ടിയ പ്രമാണം, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ അതിൻ്റെ അടയാളം ശരീരത്തിൽ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ തൻ്റെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം ജീവനം കഴിച്ച് നാം വായിച്ചത് എന്താണ്? അബ്രഹാം ഹല്ലേലൂയ വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നടപ്പ് വൃഥാവല്ല, നാം വേർപെട്ടിരിക്കുന്നത് വൃഥാവല്ല, നമ്മുടെ പ്രാർത്ഥനകൾ വൃഥാവല്ല, നമ്മുടെ നിയോഗവും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അതിനകത്ത് നിൽക്കുന്നതും വിശുദ്ധ ജീവനം കഴിക്കുന്നതും വൃഥാവല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മനസ്സ് മടുത്തു പോകരുത്. എന്തിനാ ദൈവമേ ഞാനിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ അപ്പാ
എന്നോർത്ത് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാം. നമുക്ക് ആ വാക്കിനകത്ത് നിൽക്കാം, കൽപ്പനയ്ക്കകത്ത് നിൽക്കാം, നിയോഗത്തിനകത്ത് നിൽക്കാം, ചട്ടത്തിനകത്ത് നിൽക്കാം. പ്രമാണത്തിനനുസരിച്ച് നമുക്ക് ജീവിതം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കേട്ട വാക്തത്വം അതിൻ്റെ വിശാലതയിൽ പ്രാപിക്കുവാൻ നമ്മുടെ സന്തതികളെ ദൈവം ഒരുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. റഖമനദികാലഘശഹദ്ദുനാരമാലഗന്ധനീരപപം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ മനസ്സ് മടുത്തു പോലെ, ഹല്ലേലൂയ ക്ഷീണിച്ചു പോലെ, ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഹല്ലേലൂയ ചിന്തിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ഇനി വേണ്ട, ഇത്രയൊക്കെ കാലം പിടിച്ചു നിന്നു ഒന്നും സംഭവിക്കുന്നില്ല എന്നൊന്നും ഓർത്ത് ആരും ഭാരപ്പെടേണ്ട. ഒരുപക്ഷെ നമ്മുടെ കണ്ണടഞ്ഞ ശേഷമാണെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ ജീവിക്കുന്നത് കൊണ്ട് വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടും. ദർശനം തന്നവൻ ജീവിക്കുന്നത് കൊണ്ട് ദർശനത്തെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുവൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആ ചട്ടത്തിനകത്തും പ്രമാണത്തിനകത്തും നടക്കുന്നതും നിയോഗത്തിനകത്ത് നിലനിൽക്കുന്നതുമെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഈ ഇസ്ഹാക്കിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഇന്നലെ ചിന്തിച്ചു, സാറയുടെ ബാരൻനെസ് ബ്രേക്ക് ചെയ്യുവാൻ, അല്ലെങ്കിൽ സാറയുടെ ആ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ വാഗ്ദത്ത സന്തതിയെ കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു തടസ്സത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം തന്നെ ഇറങ്ങി വന്നു. പക്ഷേ തൻ്റെ സന്തതി വന്നപ്പോഴത്തേക്കിനും ഇസഹാക്ക് പ്രാർത്ഥിച്ച് റിബേക്കയുടെ ബാരൻനെസ്സിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അപ്പനേക്കാൾ പ്രാർത്ഥനയിൽ ശക്തനായ ഒരു മനുഷ്യനെ നമുക്ക് ഇസഹാക്കിലൂടെ കാണാൻ കഴിയും. നമുക്ക് ഇസഹാക്കിനെ പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ ആഴം കാണുവാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ. റിബേക്ക വരുമ്പം ഇസഹാക്ക് വെളിപ്രദേശത്ത് ധ്യാനിക്കുകയായിരുന്നു എന്ന്, അതായത് യേശു സോളിറ്ററി പ്ലേസസിലേക്കൊക്കെ പോയി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതുപോലെ അങ്ങനെ ഒരു ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇസഹാക്ക്. ഇവിടെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ അധ്യായത്തിൽ നാം അത് ചിന്തിച്ചതാണ്. ഇവിടേക്ക് വരുമ്പോൾ ഈ മറ്റാർക്കും കാണാൻ കഴിയാത്തത് കാണുന്ന ഒരു കണ്ണുള്ള ഇസഹാക്കിനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഈ വിധത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം താൻ യാഗപീഠത്തിൽ ഒരിക്കൽ മരിച്ചവൻ. 22-ാം അധ്യായത്തിൽ യാഗപീഠത്തിൽ കയറ്റി കിടത്തുമ്പോൾ താൻ കിടക്കുകയാണ്. കയറുകൊണ്ട് കെട്ടുമ്പോൾ കുതറി മാറിയില്ല, അപ്പനോട് എതിർത്തില്ല. യഹോവ കരുതിയ ആട്ടിൻകുട്ടി ഞാനായിരിക്കും എന്ന് കരുതി അവൻ ഒതുങ്ങിക്കൊടുത്തു. വാസ്തവത്തിൽ അവൻ ആ യാഗപീഠത്തിൽ മരിച്ചു. അതിനുശേഷം ഇറങ്ങി വന്ന ഇസഹാക്ക് ഒരു സെക്കൻഡ് ലൈഫാ, ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവത്തിലാണ് താൻ ജീവിക്കുന്നത്. സോ if I speak, or if I take the New Testament language, I should say that he was a person who carried the resurrection power. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ചുമന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇസഹാക്കിനെ അത് നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. A person who carried the resurrection power. So when a person carries the resurrection power, that person will be a different person. That person's look will be different, what he see will be different, what he perceive will be different, his prayer life will be different. He will be a totally different person.
So we too are died with Christ. When we accepted Jesus Christ and when we took the baptism, we are died with Christ. And we are supposed to live in the newness of life, walk in the newness of life. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കവണ്ണം പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പുതിയ മനുഷ്യനായി ജീവിക്കുന്ന ഒരനുഭവം ഉള്ളവരാണ് നാം എന്നോർക്കുക. അപ്പോൾ ഈ ദേശത്ത് ഭയങ്കര ക്ഷാമമാണ് ഇല്ലേ? ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്, കണ്ണു തുറക്കുക, വേണ്ടുവോളം ആഹാരം ഉണ്ടാകും എന്നുള്ള ആ വചനത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഈ ഇസഹാക്ക് ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. ആരും വിതയ്ക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം വിതയ്ക്കുന്നത് മണ്ടത്തരമാണ്. അതുണ്ടെങ്കിൽ ജീവൻ സസ്റ്റെയിൻ ചെയ്യുവാനായിട്ട് കഴിയും. ഉള്ള വിത്ത് എല്ലാവരും സൂക്ഷിച്ചു വെക്കുകയാണ്. എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ, നിലം ഒരുങ്ങുമ്പോൾ, ഈ ദേശത്തെ when the drought is over, we will start sowing. അതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. അതാണ് ശരിക്കും വാസ്തവത്തിൽ that is the way it should be. അതാണ് ബുദ്ധിപൂർവമുള്ള ലോജിക് മൈൻഡ് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്. ബട്ട് ദ പേഴ്സൺ who has the resurrection power within them, their logic mind will be off. അവരുടെ ലോജിക് മൈൻഡിലല്ല അവർ ജീവിക്കുന്നത്. ഈ 12-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ച് 13-ാം വാക്യം അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. And the man waxed great and went forward and grew until he became very great. He waxed great, he went forward, he grew and he became very great. മലയാളത്തിൽ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. This is a journey from poverty to richness. Hallelujah. അപ്പോൾ തുടങ്ങുന്നത് നമ്മളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതം, ക്രിസ്ത്യൻ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ മരിച്ച് എഴുന്നേറ്റ് യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു തുടക്കമായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ there is a great end waiting for us. നമുക്ക് ഒരു മഹാസമ്പന്നതയുടെ അന്ത്യമുണ്ട്. So let us be waxed great. Let us go forward. Let us grow until we become very great. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. കർത്താവേ, വർദ്ധിച്ച് മഹാധനത്തിൻ്റെ ഉടമയായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് ഇവിടെ ഒരു വീടിന് പകരം 3 വീടും 4 വീടും കിട്ടണം. അതാണോ? ആ സമ്പന്നതയാണോ ഞാൻ ഉദ്ദേശിച്ചത്? നോ, നെവർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സമ്പന്നത 12-ാം വാക്യത്തിലെ സമ്പന്നതയെ. 12-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ദേശത്തുള്ള സകല മനുഷ്യരും അവരുടെ വീട്ടിൽ നിന്നിറങ്ങി അവരുടെ നിലത്തേക്ക് നോക്കുമ്പോൾ വരൾച്ച കാണുമ്പോൾ, when they see drought, when they see famine, when they see a dry land, when they see a land which cannot produce, when they see hallelujah everything negative, this person saw. എന്താണ് അവൻ കണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. A land which can bear 100-fold return. 100% വിളവ് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ലാൻഡിനെ കാണാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒന്ന് കാണാൻ, ഹല്ലേലൂയ, വരൾച്ചയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, 100 മേനി വിളഞ്ഞു കിടക്കുന്ന,
ഹല്ലേലൂയ, ഭൂമിയെ കാണുവാനായിട്ടുള്ള ഒരു കണ്ണ്. ഹല്ലേലൂയ, നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഡ്രൗട്ടായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ വിധത്തിലും ഒരു വരൾച്ചയായിരിക്കും കാണുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം വരണ്ടിരിക്കുന്നതായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ എല്ലാം വരൾച്ചയായിരിക്കും. നിങ്ങളുടെ കൂട്ടാളിക്ക് വേണ്ടി വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വരണ്ട അനുഭവമായിരിക്കും കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കൈ ഇളച്ചിരിക്കരുത്. കാലത്തും വിതയ്ക്കണം, ഉച്ചയ്ക്കും വിതയ്ക്കണം, വൈകിട്ടും വിതയ്ക്കണം. ഹല്ലേലൂയ, വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, എന്ത് കണ്ടുകൊണ്ട് വിതയ്ക്കണം? ഹല്ലേലൂയ, 100 മേനി കൊയ്യാൻ പറ്റുന്നത് കണ്ട് വിതയ്ക്കണം. ഹല്ലേലൂയ, ഈ വരൾച്ചയ്ക്കപ്പുറം ഹല്ലേലൂയ ഇവിടെ ഇവരെല്ലാവരും ആ തക്ക സാഹചര്യങ്ങളൊക്കെ ഉളവാകുന്നത് നോക്കിയിരിക്കുമ്പോൾ, അന്നേരം വിതയ്ക്കാനിരിക്കുമ്പോൾ ഹല്ലേലൂയ അവർ നിലം ഉഴുന്ന സമയത്ത് നാം നിലം കൊയ്യും. അവർ വിതച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കളപ്പുര നാം നിറയ്ക്കും. അവരുടെ കളപ്പുരയിൽ നിന്ന് അവരവരുടെ വിത്ത് പുറത്തേക്കെടുത്ത് അവരുടെ കളപ്പുര, ഹല്ലേലൂയ, സ്തോത്രം. When their barn houses become empty, when they take out the seed to sow, hallelujah, our barn houses will be filled. So ഇവർക്കെല്ലാവർക്കും ഒരു സീസണിന്റെ വിളവ് നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നമുക്കൊരു സീസണിന്റെ വിളവ് എക്സ്ട്രാ കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ടേക്ക് ഹാർട്ട്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ശക്തിപ്പെടാം ദൈവമക്കളെ, ഒന്നും കൂടെ ഒന്ന് ബലപ്പെടാം നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ, പിന്നെ ഒരു കാര്യം ഇതിൻ്റെ കൂടെ വളർന്നു വരും കേട്ടോ. 100 മേനി വിളവ് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വളർന്നു വരും. 14-ാം വാക്യത്തിലെ അവസാനത്തെ വാക്യ, ഹല്ലേലൂയ, എന്താ വാക്ക? അവനോട് അസൂയ തോന്നിയെന്ന്. മറ്റേ സൈഡിൽ അതും കൂടെ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഇവിടെ നിങ്ങൾ ഇസഹാക്കിന്റെ സൗമ്യത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ റിസറക്ഷൻ പവർ ചുമക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദേഹം അവർ വഴക്കിട്ടപ്പോൾ മിണ്ടാതെ അങ്ങ് ഒതുങ്ങുകയാണ്. റിജക്റ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് മാറി അങ്ങ് പാർക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒതുങ്ങി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ റിജക്ഷൻ്റെ മുമ്പിൽ, നമ്മളോട് കാണിക്കുന്ന ഹല്ലേലൂയ ഇങ്ങനത്തെ കാര്യങ്ങളുടെ മുമ്പിൽ നമുക്കും ഒതുങ്ങി ജീവിക്കാം, മിണ്ടാതെ ഇരിക്കാം, പ്രതികരിക്കാതെ ഇരിക്കാൻ ഒക്കെയുള്ളൊരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഇനിയും ഈ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ മറ്റൊരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയ, അപ്പൻ്റെ കാലത്ത് കുഴിച്ച കിണറെല്ലാം ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടി. ആ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയ കിണറിൻ്റെ അടിയിലെ ഹല്ലേലൂയ, സ്തോത്രം, ഉറവയെല്ലാം കാണാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. ഒരു പുതിയ കിണർ കുഴിക്കാൻ എളുപ്പമാണ്, പക്ഷേ മൂടിയ കിണർ രണ്ടാമത് കുഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്, പ്രയാസമാണ്. ബട്ട് the person who carried the resurrection power was ready to take that risk. നിങ്ങൾ ആലോചിച്ചോക്കെ, ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയെന്നാണ്. അത് കുഴിക്കുമ്പോൾ ഈ ഫെലിസ്ത്യനെതിരെ വരാൻ സാധ്യതയുണ്ട്. We are triggering that enemy. But he took that risk to bring that well out, to bring that spring out. Hallelujah, സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ഒരിക്കൽ ഹല്ലേലൂയ, സ്തോത്രം, ആ ജീവന്റെ ഉറവ് ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ചിലരാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്ന് പലതും ഇട്ട് മൂടി അവരെ പൂർണ്ണമായും ആ ഒരു ബാക്ക് സ്ലൈഡിങ്ങിനെ കൊണ്ടുപോയി ആ സ്പ്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ടും ബ്ലോക്ക് ചെയ്ത് ഇരിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ
See, to bring a new person to the kingdom, to make them know the name of Jesus and the power of Jesus and the salvation through Jesus is much more easy than bringing a backslided person back to the kingdom. ഹല്ലേലൂയ. പിന്മാറ്റത്തിലേക്ക് പോയ ഒരു വ്യക്തിയെ മടക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഹല്ലേലൂയ മറ്റതിനേക്കാൾ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബട്ട് ഈ ദിവസങ്ങളിൽ നമുക്കതൊന്ന് ചെയ്യാം. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു എങ്കിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ കണക്റ്റഡ് ആവും. ശത്രു പലതും ഇട്ട് മൂടിയിരിക്കുന്ന ജീവിതങ്ങളെ, ആ കിണറുകളെ കുഴിച്ച് ടു ബ്രിങ് ദാറ്റ് സ്പ്രിങ് ഔട്ട്, ടു ബിക്കം യൂസ്ഫുൾ. അപ്പൊ ഈ മൂടിയതിനെ കുഴിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഒരു ശണ്ടയും ഒരു കലഹവും അല്ലെങ്കിൽ ഒരു ഏസക്കും ഒരു സിത്നയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഒരാൾ പിന്മാറ്റത്തിലോട്ട് പോയി, ഒരു ചർച്ചിൻ്റെ മെമ്പറായിരുന്നു, പിന്മാറ്റത്തിലോട്ട് പോയി, ആ ആളിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവസാനം നമ്മൾ കൃപയാൽ നമുക്ക് ദൈവം ഒരു കാഴ്ചപ്പാട് തന്നു. ഇവരുടെ വീട്ടിൽ പോയി നമ്മൾ പലവട്ടം വിസിറ്റ് ചെയ്തു, അവർക്കൊരു ഫോൺ കോൾ കൊടുത്തു, അവരെ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒരു സഭയിൽ തന്നെയുള്ള വ്യക്തി ആയിരിക്കാം, അവരവരുടെ സ്പിരിച്വൽ ലൈഫിലെ എല്ലാം കെട്ടടങ്ങി അങ്ങനെ ജീവിക്കുമ്പോൾ നാം അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുത്ത് അവരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവരോട് സംസാരിച്ച് അവരെ ആ ഒരു വെൻ വി ട്രൈ ടു ബ്രിങ് ദം ബാക്ക് to the Christian life, to the relationship with Christ, when we help them to restore the relationship which they had with Christ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ശണ്ടയ്ക്കകത്തും കലഹത്തിനകത്തും ഒക്കെ ചെന്ന് നമ്മൾ പെടാൻ സാധ്യതയുണ്ട്. അതെന്തിനാ നിങ്ങൾ അവരുടെ വീട് വിസിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആൾക്കാരെ അങ്ങനെ തെറ്റിക്കുകയാണോ, ഇങ്ങനെ തെറ്റിക്കുകയാണോ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. This is one of my calling, to bring backslided people to the kingdom. ഈ ആരെയിലൊക്കെ ശത്രു മണ്ണിട്ട് മൂടിയിരിക്കുന്നതിനെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത് എന്തോ എനിക്കറിയില്ല. അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവന്ന് തമ്പുരാൻ കണ്ണിന് മുമ്പിൽ തരും. സ്തോത്രം. രണ്ട് വിധത്തിൽ. ഒന്ന്, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്നായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ചർച്ചയിൽ നിന്നായിരിക്കും. കണ്ടോ, ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ആളിനെ പിടിച്ചു കൊണ്ടുപോകാണെന്ന് പറഞ്ഞില്ല. ഇവരാരും ശ്രദ്ധിക്കാതെ കിടന്ന വ്യക്തികളാണ്. സ്തോത്രം. ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ദിസ് ഈസ് ഗെറ്റിംഗ് റെക്കോർഡഡ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഒരേശക്കും ഒരു സിത്നയും ഒക്കെ വന്നാലും മടുക്കല്ലേ. ഒരു രഹോബോത്ത് നമുക്ക് വേണ്ടി ഒരു രഹോബോത്തുണ്ട്. രഹോബോത്തിന്റെ അർത്ഥം എന്താണ്? ദൈവം യഹോവ നമുക്കിപ്പോൾ ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും. We shall be fruitful. ഒരു രഹോബോത്ത് അതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ when we carry the resurrection power, we will be able to see all these springs. Let us bring those springs back to life. ആ ഉറവയൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, ജീവനിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നാം മുമ്പോട്ട് പോകുമെന്നുണ്ടെങ്കിൽ a fruitfulness is getting ready. A fruitfulness is waiting for us. A Rehoboth is waiting for us. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഹല്ലേലൂയ മടി കൂടാതെ ആ രഹോബോത്തിൽ എത്തുന്നത് വരെ. ഇനിയും രഹോബോത്ത് മാത്രമല്ല, ഇത് അപ്പൻ കുഴിച്ച കിണറുകളൊക്കെ ഇദ്ദേഹം തിരിച്ചു കുഴിച്ചെന്ന് മാത്രമല്ല, ഇങ്ങനെ കുഴിക്കാൻ തയ്യാറാകുന്നവനെ കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ കൂട്ടത്തിലുള്ളവനെ കൊണ്ട് ഹല്ലേലൂയ. ഇവിടെ കിണർ കുഴിച്ചത് ഇത് വല്ലതും ഇസഹാക്കാണോ
ദൈവമാണോ ചെയ്തത്? അല്ല, അവൻ്റെ ദാസന്മാരാണ് ചെയ്തത്. ഹല്ലേലൂയ. ഹീ ഈസ് ഗെറ്റിംഗ് ദ റെവലേഷൻ, ഹീ ഈസ് ദ വൺ ഹൂ ഈസ് സീയിങ് ദാറ്റ് സ്പ്രിംഗ്, ബട്ട് ദെർ ആർ പീപ്പിൾ അറൗണ്ട് ടു ഹെൽപ്പ് ഹിം ഔട്ട്. ഹല്ലേലൂയ, സ്തോത്രം. നാം ആ ദർശനത്തിനകത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇത് നമ്മുടെ കൂടെ നമുക്കിത് കുഴിച്ചെടുത്ത് തരത്തക്കവണ്ണം നമ്മുടെ കൂടെ ആളിനെ കൂട്ടിച്ചേർത്ത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആ ദർശനത്തിനകത്ത് നിന്നാൽ മതി. ഇങ്ങനെ കുഴിക്കുന്നവന്, ഹല്ലേലൂയ, 32, 33 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൻ കുഴിച്ച കിണറല്ല, ഒരു പുതിയ കിണർ, ബേർഷേബ, ശിബ എന്ന് പറയുന്ന ഒരു കിണർ. ഹല്ലേലൂയ. ആ ദിവസം തന്നെ ഇസ്ഹാക്കിന്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിന്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. ഇത് എപ്പോഴാണ്? അബീമേലെക്കുമായി ഹല്ലേലൂയ ഒരു ഉടമ്പടി ചെയ്ത്, ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു സത്യബന്ധം ചെയ്ത് ഇവനെ റിജക്റ്റ് ചെയ്തവർ, ഇവനെ ഭയപ്പെടുന്നവർ, അങ്ങനെ ഇരിക്കുന്നവരുമായിട്ട് ഞങ്ങൾ നിന്നെ ഒന്നും ഉപദ്രവിക്കത്തില്ല, ഞങ്ങൾ അങ്ങ് സമാധാനമായിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളാം, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരുത്തില്ല എന്ന് പറഞ്ഞ് ആ സൗമ്യതയുടെ അങ്ങേയറ്റം, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഇസഹാക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പുതിയ കിണർ, ഒരു പുതിയ ഉറവ, ഹല്ലേലൂയ, കുഴിക്കുവാൻ, ഹല്ലേലൂയ, അവൻ കുഴിച്ച ആ കിണർ നിമിത്തം ആ ദേശത്തിന് തന്നെ ബേർഷേബ എന്ന് പേര് വരത്തക്കവണ്ണം, ഹല്ലേലൂയ, ഒരു ദേശത്തിനൊരു പുതിയ പേര് കൊണ്ടുവരുന്ന വിധത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്പ്രിങ്ങിനെ പുറത്തു കൊണ്ടുവരുവാൻ, ഒരു ഉറവയെ പുറത്തു കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഇവൻ്റെ കൈക്ക് ബലം കൊടുത്തു, ഇവൻ്റെ കൈക്ക് ബലം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഈ അധ്യായത്തിൽ നിന്ന് അത്യാവശ്യമായി നാം പഠിച്ചിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് why does people reject us? Hallelujah. ചിലപ്പം maybe it's a church, maybe a family, maybe a college, maybe a working place, maybe from the ministry. ഇതിനകത്തു നോക്കെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് റിജക്ഷൻ വരുന്നത്? ഹല്ലേലൂയ. നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്കിത് പഠിക്കാനായിട്ട് 1-2 റീസൺസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. The first thing is people are jealous. നമ്മുടെ ഈ കാഴ്ചപ്പാട്, നാം ഈ വളർന്നു വരുന്നത് നമ്മുടെ ശുശ്രൂഷയുടെ വളർച്ചയായിരിക്കും, നമ്മുടെ വചനത്തിലുള്ള വളർച്ചയായിരിക്കും, നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയായിരിക്കും, നമ്മുടെ ചിലപ്പം കൈകളുടെ പ്രവൃത്തികളെ ദൈവം മെറ്റീരിയൽ റെലമിൽ അനുഗ്രഹിക്കുന്നതായിരിക്കാം. നമ്മുടെ ഈ വളർച്ചയുടെ മുമ്പിൽ, ഹല്ലേലൂയ, ചിലർക്ക് അസൂയയാണ്. അതാണ് അവർ നമ്മളോട് എതിർക്കാനായിട്ട്, നമ്മളെ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെൻ റിജക്ഷൻ കംസ്, ചെക്ക് അവർ ലൈഫ് വെദർ എനിത്തിങ് ഈസ് റോങ് വിത്ത് us. ഇഫ് നത്തിങ് ഈസ് റോങ് വിത്ത് us, ഹല്ലേലൂയ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ റീസൺ, ദ സ്പിരിറ്റ് ഓഫ് ജെലസി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? 16-ാം വാക്യത്തിൽ, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകണം. ഹല്ലേലൂയ, സ്തോത്രം. സോ വെൻ ദേ സീ ദാറ്റ് വി ആർ ഗ്രോയിങ് ഇൻ മൈറ്റ്, നമ്മൾ ബലത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ ഇവർക്ക് ഭയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അയ്യോ, ഇനി ഇതെല്ലാം കൂടി, ഈ ഞങ്ങളുടെ ദേശം എല്ലാം കൂടി ഇവരങ്ങ് എടുക്കുമോ? ഇനി ഈ ശുശ്രൂഷ മുഴുവനും കൂടി ഇവരങ്ങ് കൊണ്ടുപോകുമോ? ആൾക്കാരെല്ലാം ഇവരുടെ പുറകെ പോകുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ കുടുംബത്തിലോട്ട് താണ്ട് അവൾ വന്നു കയറി, അതിനുശേഷം താണ്ട് എൻ്റെ അമ്മായിപ്പൻ, എൻ്റെ അമ്മായിയമ്മ, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അനുജൻ, എല്ലാവരും ഇവളുടെ പുറകെയാണോ? അല്ലെങ്കിൽ ഇങ്ങനെയാണോ? ഇവര് നിമിത്തം ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഇനി ഞങ്ങളിൽ നിന്ന് അകന്നു പോകുമോ? ഇത്തരമൊക്കെയുള്ളൊരു ഭയം. ഹല്ലേലൂയ. When they see our strength in the Lord, ദൈവത്തിലുള്ള നമ്മുടെ ബലം, ഹല്ലേലൂയ, അത് പല രീതിയിൽ ഇവിടെ പുറത്തേക്ക് വരുമ്പോൾ, എക്സ്പ്രസ്ഡ് ആകുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് റിജക്ഷൻ വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെയും ഇവർ വന്നിട്ട് ഈ ഒരു സത്യബന്ധം ചെയ്യിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം.
28 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആ ദേശത്ത് ഇസഹാക്ക് താമസിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർ പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചേ, കർത്താവേ, വർദ്ധിച്ച് 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 ആ മഹാധനവാനായി തീരുന്ന ഒരു അനുഭവം മാത്രമല്ല, ഹല്ലേലൂയ, ഞങ്ങളോട് കൂടെ താമസിക്കുന്നവർ, ഞങ്ങളോട് സഹകരിക്കുന്നവർ, ഞങ്ങളോടുകൂടെ ജോലി ചെയ്യുന്നവർ ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് ഹല്ലേലൂയ കാണാൻ കഴിയുന്നു. certainly that the Lord is with you. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളോട് പറയുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, they saw the presence of the Lord as a resurrection power. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ചുമന്ന് ഈ മനുഷ്യൻ നടക്കുമ്പോൾ യഹോവ ഇവനോട് കൂടെ ഇരിക്കുന്നത് അവൻ്റെ വാക്കിലുണ്ട്, അവൻ്റെ ചിന്തയിലുണ്ട്, അവൻ്റെ പ്രവൃത്തിയിലുണ്ട്, അവൻ്റെ നടപ്പിലുണ്ട്, അവൻ്റെ ഇരിപ്പിലുണ്ട്, അവൻ്റെ ബന്ധങ്ങളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കൈകളുടെ പ്രവൃത്തിയിലുണ്ട്, അവൻ സുവിശേഷം പറയുമ്പോഴുണ്ട്, അവൻ്റെ പ്രസംഗത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. Let the people bring the testimony than we saying ourselves that the mighty one of Israel, hallelujah, the almighty God, certainly, hallelujah, that the Lord is with you. നിന്നോട് കൂടെ, ഹല്ലേലൂയ, ദൈവമുണ്ട് എന്ന് നമ്മുടെ മക്കൾ നമ്മളെ നോക്കി പറയട്ടെ. ഹല്ലേലൂയ, എൻ്റെ അമ്മയോടുകൂടെ എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ, എൻ്റെ അപ്പനോടുകൂടെ ഹല്ലേലൂയ ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന്. ഹല്ലേലൂയ, യഹോവ ശമ്മയായവൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, അവൻ നമ്മെ ചുമക്കുന്നു, നാം അവൻ്റെ സാന്നിധ്യം ചുമക്കുന്നു എന്നുള്ളത് ലോകം സാക്ഷീകരിക്കത്തക്ക വിധത്തിൽ ഒരു ജീവിതം കഴിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ, ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഈ റിജക്ഷൻ്റെ വേറൊരു കാരണം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഇവർക്ക് പേടിയാണ് കേട്ടോ. നീയും ഞങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ലെന്ന് ഉടമ്പടി ചെയ്യാനാ ഇവർക്ക് പേടിയാണ്. ഇവൻ എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന്. വേഴ്സ് 29 കേട്ടോ. എന്തെങ്കിലും ദോഷം ചെയ്യുമോ? വിൽ ഹി ഡൂ സംതിങ്? ഒരു വാറുണ്ടായാൽ ഇവൻ ജയിക്കുമെന്ന് അവർക്കറിയാം. ദേശം ഇവരുടെ കയ്യിലിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഏറ്റവും അവസാനത്തെ വാക്യം, 35 വാക്യം, ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായി ഞാൻ പറഞ്ഞു. അത് ഇതും ഒരു കാര്യം നാം പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യമാണ്. 35 വാക്യം, ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായിരുന്നു. ആര്? ഹല്ലേലൂയ, ഏശാവിൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ആ മക്കൾ. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനമായി തീർന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്നതൊന്നും ഞങ്ങൾക്ക് വേദന തരുന്നതാവല്ലേ. ഞങ്ങൾക്ക് മനോവ്യസനത്തിന് കാരണമുണ്ടാക്കുന്നതൊന്നും എൻ്റെ വീട്ടിൽ വന്ന് കയറരുത്. എൻ്റെ ശുശ്രൂഷയിൽ വന്ന് കയറരുത്. എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് കയറരുത്. എൻ്റെ ജീവിതത്തിൽ വന്ന് കയറരുത്. വല്ലാത്ത ഒരു ലോകത്തിൽ വഷളത്വം നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഉള്ളുരുകി അക ഉടഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് മനോവ്യസനത്തിന് കാരണമായതൊന്നും let nothing which brings grief to my soul, to my mind, let nothing step into my life. അതിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന, എനിക്ക് മനോവസനം കൊണ്ടുവരുന്നതൊന്നും ആരും ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്റ്റെപ്പിൻ ചെയ്യരുത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെപ്പിൻ ചെയ്യരുത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ സ്റ്റെപ്പിൻ ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ദൈവസഭയിൽ സ്റ്റെപ്പിൻ ചെയ്യരുത്. ഹല്ലേലൂയ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് സ്റ്റെപ്പിൻ ചെയ്യരുത്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഈ റിസറക്ഷൻ പവർ ചുമന്ന മനുഷ്യൻ പോലും ഹല്ലേലൂയ ഗ്രീവ്ഡ് ആയി പോയെന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ശക്തിയോടെ ജീവിച്ചിട്ട് മറ്റാരും കാണാത്ത പലതും കണ്ടിട്ട്, അല്ലെങ്കിൽ ആരും വിതയ്ക്കാത്തപ്പോൾ വിതയ്ക്കുന്ന ധൈര്യം കാണിച്ചിട്ട്, ആരും കുഴിക്കാത്ത പലതും കുഴിക്കുവാനായിട്ടുള്ള ഹല്ലേലൂയ ബലമേറ്റെടുത്തിട്ട്, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഗ്രീവ്ഡ് ആയി പോകുക, മനോവ്യസനത്തിന് കാരണമാകുന്നതൊന്നോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ വണ്ണം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്കതിനെ തടസ്സമിട്ട് പ്രാർത്ഥിക്കാം, വേലികെട്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് ചുറ്റും, കുടുംബത്തിന് ചുറ്റും, ഹല്ലേലൂയ ജോലി സ്ഥലത്തിന് ചുറ്റും, മക്കൾക്ക് ചുറ്റും, ഹല്ലേലൂയ അവർക്ക് വരാൻ പോകുന്ന ബന്ധങ്ങൾക്ക് ചുറ്റും, ഭാവിക്ക് ചുറ്റും, ശുശ്രൂഷയ്ക്ക് ചുറ്റും, ഹല്ലേലൂയ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ചുറ്റും ദൈവമേ നീ തീ മുതലായിരിക്കണം, നീ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വർദ്ധിച്ച് 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 മഹാസമ്പന്നതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമാറാകണമേ. ഹല്ലേലൂയ സ്തോത്രം. യഹോവ ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ മറ്റുള്ളവർക്ക്, ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കൂട്ടാളിക്ക്, ഹല്ലേലൂയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ബന്ധുജനങ്ങൾക്ക്, ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവസഭയിൽ വരുന്നവർക്ക്, ഞങ്ങളുടെ ദേശത്തുള്ളവർക്ക് സ്പഷ്ടമായി കാണത്തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യം ചുമക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭ്യമാകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.